ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ബുദ്ധിയില്ല ബുദ്ധിയില്ല എന്ന് പറയുന്നതല്ല, ലോക ബുദ്ധിയില്ലായ്മയാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഇത് കാണുന്ന അന്യമതസ്ഥർ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതായത് തീരെ ബുദ്ധിയില്ലാത്ത മുസ്ലിം സഹോദരിമാരെയാണ് ഇന്നലെ ഞാൻ കാണാനിടയായത്. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് നാറ്റക്കോയ തങ്ങൾ, അതായത് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയും. പക്ഷേ അയാളെ തങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു അർഹതയുമില്ല. അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം വെക്കുന്നതാണ്. ഇതൊരു ഇൻട്രോയാണ്. കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് ആറ്റക്കോയ തങ്ങൾ എന്നാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന മഹാന്റെ പേര്. അപ്പോൾ ആ മഹാൻ ഏതായാലും ഞാൻ തങ്ങൾ എന്ന് വിളിക്കൂല, നാറ്റക്കോയ എന്ന് ഞാൻ വിളിക്കും. ഓക്കെ, തങ്ങൾ എന്ന് വിളിച്ചാൽ ഈ നാട്ടിലുള്ള നല്ല നല്ല തങ്ങന്മാരെ നമ്മൾ വിമർശിച്ചതുപോലെയാകും. അതുകൊണ്ട് അദ്ദേഹത്തെ നാറ്റക്കോയ എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ ഇന്നലെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ലൈവ് കാണുകയാണ്. അതായത് നാറ്റക്കോയയുടെ ഒരു നൂർ ഹബീബി എന്ന് പറയുന്ന ലൈവ്. ആ ലൈവിൽ ഞാൻ കാണുമ്പോൾ 15,000 ആൾക്കാരാണ് ആ ലൈവിൽ ഉണ്ടായത്. നാറ്റക്കോയ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതിൻ്റെ താഴെ മുസ്ലിം സഹോദരിമാരുടെ കമൻറ്റ്, SLCയിൽ പാസ്സാകണം, എൻ്റെ ഹസ്ബൻഡിന് പണിയില്ല, തങ്ങൾ ഇങ്ങനെ കരയുന്ന ഇമോജൊക്കെ ഇട്ട് തങ്ങളൊന്ന് കാണണം, തങ്ങളുടെ കാല് കഴുകി വെള്ളം കുടിക്കണം, ഇങ്ങനെ വരുന്ന കമൻ്റാണ്. ഞാൻ ഏതായാലും ഒരു 4-5 മിനിറ്റ് നോക്കി എന്താണ് ഈ ചങ്ങായി പറയുന്നത്, നാറ്റക്കോയൊക്കെ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാർ ഇത്രയും ഇദ്ദേഹത്തിൽ അഡിക്ഷനായത്. ഞാനങ്ങ് ഷോക്കായിപ്പോയി. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അതായത് നാറ്റക്കോയുടെ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്, കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ ഒന്നും ഞാൻ അതിനെ കൂടുതലായി ശ്രദ്ധിക്കാനോ പഠിക്കാനോ പോയില്ല. എന്തായാലും ഒരു തങ്ങളല്ലേ, നല്ലത് ചെയ്യുന്നതായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ അങ്ങേരുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, അങ്ങേര് ലോക തോൽവിയാണ്, അങ്ങേര് ലോക ഉടായ്പാണ്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എനിക്കറിഞ്ഞത് ഇദ്ദേഹം വലിയൊരു കള്ളനാണെന്നാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കള്ളന്, അതിനുള്ള തെളിവ് സഹിതമാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്. നല്ലവരായ മുസ്ലിം സഹോദരിമാരോട് ഒരു കാര്യം പറയുകയാണ്. കുറേ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതായത് മദ്രസ പൊട്ടന്മാർ അങ്ങനൊക്കെ പറഞ്ഞ് സംഘികൾ മെസ്സേജ് അയക്കലുണ്ട്, അതായത് സംഘികൾ കമൻ്റ് ഇടലുണ്ട് ഇത്തരം വീഡിയോക്ക് താഴെ. അത് 100% ശരിയായ രീതിയാണ് ഞാൻ ഇന്നലെ കണ്ടത്. അതായത് നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഇത്തിരി ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാറ്റക്കോയുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് വീട് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം നിങ്ങൾ പറയോ. ആരാണ് നാറ്റക്കോയ? നമുക്ക് അദ്ദേഹത്തിനുള്ള തെളിവ് ഇങ്ങനെ വെക്കാം. ഓക്കെ, ആൾക്കാരെ കുറക്കാൻ കുറച്ച് ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ നമ്മളെ ജൂണ് സ്കൂളിലൊക്കെ ആയിരിക്കാം. അല്ലാതെ കിട്ടുന്ന പൈസയിലോ അതിൽ വീട്ടിലേക്ക് വരുന്ന ആളുകൾ അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ. നോക്കൂ, നാറ്റക്കോയ പറയുകയാണ് ആൾക്കാർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ലൈവ് കാണാൻ കുറച്ച് ആൾക്കാർ കുറഞ്ഞതാണ്, കിട്ടുന്ന പൈസക്ക് ഒരു കുറവും ഇല്ല എന്നാണ് നാറ്റക്കോയ പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ, ഇദ്ദേഹത്തിൻ്റെ പണി പൈസ ഉണ്ടാക്കലാണ്, വേറെ പണി അന്യ സ്ത്രീകളോട് വിളിച്ചു സംസാരിക്കൽ. ഈ നാറ്റക്കോയയുടെ അടുത്ത് ഏതെങ്കിലും സ്ത്രീകൾ, ഇപ്പോൾ നമ്മുടെ മതത്തിലുള്ള, അതായത് മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും മൊത്തത്തിൽ സംശയമുള്ളത് സ്ത്രീകൾക്കാണ്. അതായത് ഹസ്ബൻഡിന് പണിയില്ലെങ്കിൽ, അഥവാ കുട്ടികൾക്ക് പനി വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോകുന്നത് സ്വാമിമാരടുത്തോ ഇത്തരത്തിലുള്ള നാറ്റക്കോയന്മാരുടെ അടുത്തോ ആണ്. അപ്പോൾ നാറ്റക്കോയന്മാർ പറയുകയാണ്, സ്ത്രീകൾ പോയാൽ ഈ നാറ്റക്കോയ പറയുന്നത് ബാധ, അതായത് സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾക്ക് വലിയ എന്തോ ഒരു ബാധ സംഭവിച്ചിട്ടുണ്ട്, ഇതിനെ പരിഹരിക്കണമെങ്കിൽ നാറ്റക്കോയയുടെ നമ്പർ കൊടുക്കുകയാണ്. ഈ നമ്പറിൽ വിളിക്കൂ, വിളിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങളുടെ ബാധ ഇല്ലാതാകും. അപ്പോൾ ഏതായാലും അതിനുള്ള തെളിവ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. നാറ്റക്കോയ അന്യ സ്ത്രീകൾക്ക് വിളിക്കുന്നതിൻ്റെ തെളിവും
അങ്ങനെ വിളിച്ചു പെട്ടതിന് ശേഷം ഒരു സ്ത്രീയുടെ ഭർത്താവ് നാറ്റക്കോയക്ക് നല്ലോണം ഫോണിലൂടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാനിവിടെ സൈഡിൽ വെച്ച് തരാം. ആദ്യം സ്ത്രീകളോട് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഹസ്ബൻഡിന് പണിയില്ല, മക്കൾക്ക് പനി വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങളുടെ കുടുംബം പോകുന്നതെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് ബാധ അതുപോലത്തെ പ്രശ്നങ്ങളല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് പണിക്ക് പോകാത്തതാണ്. അവനെ വീട്ടിൽ കയറ്റാൻ പാടില്ല. അതായത് പണിക്ക് പോകാൻ നമ്മൾ നിർബന്ധിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകട്ടെ, പണിക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് ആവുക, അതായത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെക്കന്മാരെ കിട്ടും. അവൻ തന്നെയല്ല, ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു പെണ്ണുങ്ങളുടെ കോണ്ടന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ പണിക്ക് പോകാത്തതിൻ്റെ കാരണമാണ് നിങ്ങളുടെ വീട്ടിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവനൊരു നല്ല രീതിയിൽ ഒരു മാസം പണിയെടുക്കട്ടെ, നിങ്ങൾക്കൊരു ബാധയുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പണിയെടുത്താൽ തീർക്കാവുന്നതാണ്. നാറ്റക്കോയൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നാറ്റക്കോയെ പറ്റി ഒരു സ്ത്രീ പറയുന്ന തെളിവ് നമുക്കിവിടെ സൈഡിൽ വെച്ച് തരാം. ഇൻ്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. ഇൻ്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇൻ്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകളും തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവർ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എൻ്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കല. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം, അയാൾ ഇന്നെ തിരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ടാവും, തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തേക്ക് ഇടാൻ പോവാണ്. ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയാണ്, അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ എന്ന്. ആ കുട്ടിയുടെ വോയിസിന്റെ കയ്യിലുണ്ട്. ഇഷ്ടംപോലെ തെളിവുണ്ട്. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും. അതിനൊരു സമയമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ആറ്റക്കോയ വരട്ടെ, തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ച് കീറാനുള്ള വഴി ഇജ് ഉണ്ടാക്കാൻ ഞങ്ങൾ എൻ്റെ പിന്നിലുണ്ട്, ഇജ് ധൈര്യത്തിൽ മുന്നോട്ടേക്കൊന്ന് നോക്കുക. 2 മാസം മുമ്പ് ഇറങ്ങിയതാണ് ഈ സ്ത്രീ, തെളിവ് സഹിതം എല്ലാം പറഞ്ഞതാണ്. അത് കേട്ടിട്ടും നമ്മുടെ സഹോദരിമാർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എന്തുകൊണ്ട് നാറ്റക്കോയുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് വീട് വേണം, അങ്ങനെ വേണം, അത് വേണം, ഇത് വേണം ഒക്കെ പറയുന്നു? എന്താണ്, നാറ്റക്കോയക്ക് ഇഷ്ടംപോലെ പൈസയും അയച്ചു കൊടുക്കുന്നുണ്ട് ഇവന്മാർ. വെറുതെ അല്ല, നാറ്റക്കോയ സ്കാനർ, ഗൂഗിൾ പേ അതൊക്കെ വെക്കലുണ്ട്. നാറ്റക്കോയയുടെ ദുവാക്ക് വേണ്ടി ഇവന്മാർ പൈസ കൂടി അയച്ചു കൊടുക്കലുണ്ട്. ഒരൊറ്റ കാര്യം പറയുകയാണ്, പ്രവാസികളുടെ വൈഫാണ്, അതായത് പ്രവാസികളുടെ ഭാര്യമാരാണ് ഇത്തരത്തിൽ ട്രാപ്പിൽ കൂടുതലായും എത്തിപ്പെടുന്നത്. പ്രവാസികളുടെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, പ്രവാസികളായ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസയിൽ കൃത്യമായ കണക്ക് വേണം. കാരണം യുവന്മാർ ഇങ്ങനെ നാറ്റക്കോയക്ക്, മദനീയത്തിലേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ഓൺലൈനിലുള്ള ഉഡായിപ്പുകൾക്കാണ് ഇവന്മാർ പൈസ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കൃത്യതയോടുള്ള കണക്കിൽ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കണം. ഇതിങ്ങനെ പറയാൻ കാരണം, എന്തിനാണ് വെറുതെ നാറ്റക്കോയക്കൊക്കെ പൈസ അയച്ചു കൊടുക്കുന്നത്? ഭൂലോക കള്ളനല്ലേ ഈ സ്ത്രീ പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ. അതായത് എൻ്റെ കയ്യിൽ തെളിവുണ്ട്, നാറ്റക്കോയ എവിടെ വരുന്നു അവിടെ ഞങ്ങൾ വരാം. അതായത് നാറ്റക്കോയ ഇങ്ങോട്ടൊന്നും വന്ന് കഷ്ടപ്പെടേണ്ട, നാറ്റക്കോയ എവിടേക്ക് വരാൻ പറയുന്നുണ്ട് അവിടേക്ക് ഞാൻ പോകാം, അവിടെ മീഡിയ വരട്ടെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. ഓക്കെ, നാറ്റക്കോയക്ക് ഒരാൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോണിൽ. അതായത് നിരന്തരം വിളിച്ച് അയാളുടെ വൈഫിന് നാറ്റക്കോയ നിരന്തരം വിളിക്കുകയാണ്. അതിനെ ചോദിച്ചുകൊണ്ട് ഒരാളുടെ ഒരു ഫോൺ കോളും കൂടി ലീക്ക് ആയിട്ടുണ്ട്. അതും കൂടി കേട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഹലോ, താങ്കളല്ലേ? നിങ്ങൾ ഇന്ന് എന്റെ നമ്പറിലേക്ക്, എന്റെ വൈഫിന്റെ നമ്പറിലേക്ക് രാവിലെ വിളിച്ചിരുന്നു. ഓക്കെ, ഞാൻ ഗൾഫിൽ നിന്നാണ്, മുസ്തഫ സംസാരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങള് എന്നോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ നിങ്ങളെ കുറെ ആയി വിളിക്കണു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പലതവണ ഞാൻ വിളിച്ചു. നിങ്ങൾക്കേ സമയമില്ലെങ്കിൽ പറഞ്ഞേക്കെ സമയമില്ലെങ്കിൽ സമയം ഉണ്ടാവുമ്പോ പറ, അപ്പ ഞാൻ വിളിക്കാം. ഓക്കെ, എപ്പോഴാ സമയം ഒഴിവുണ്ടാകുക? അല്ല, നിങ്ങളെ പ്രശ്നം എന്താണ്? നിങ്ങള് ആ ഫോൺ കോളിൽ നിങ്ങൾ പറഞ്ഞ എനിക്ക് സമയമല്ല, എന്നിട്ട് നിങ്ങൾ അവനെ പൂരെ തെറി പറയണ്ടേ, ഓന്റെ വാപ്പാക്ക് വിളിക്കണോ? നിങ്ങളാണ് റോങ് ആണ്. ഞാൻ നിങ്ങള് തങ്ങളല്ലേന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ്
ഒരു മിനിറ്റ്. പിന്നെ 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 നല്ല രീതിയിൽ വർത്താനം പറഞ്ഞില്ലേ, നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിലേ കേട്ടോ, പറഞ്ഞേക്കെ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലേ, ഇത് ഗൾഫിൽ നിന്ന് വിളിച്ച പോലെ അല്ല കേട്ടോ. ഫോൺ വാങ്ങിത്തന്ന പോലെ എല്ലാരും മൊബൈൽ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള പണി ഞാൻ എനക്ക് തരാം കേട്ടോ. ഇതിനുള്ള പണി ഞാൻ എന്റെ പെരയിൽ വന്ന് എനക്ക് തരും കേട്ടോ. ഇതിനുള്ള പണി എനക്ക് ഞാൻ എന്റെ പെരയിൽ വന്ന് ഞാൻ തരും കേട്ടോ. എന്റെ വാപ്പാ കുളിച്ചീനെ എഴുതി വെച്ചോ. എന്റെ വാപ്പാ കുളിച്ചീനെ എനക്ക് പണി ഞാൻ പെരയിൽ വന്ന് തന്നില്ലേ എന്റെ പേര് നീ മാറ്റിക്കോ. കാരണം ഞാൻ നല്ല രീതിയിൽ തങ്ങളല്ലേന്ന് വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്റെ ആ തെമ്മാടിത്തരം എന്റെ ഇത് എടുക്കണ്ട കേട്ടോ. എന്റെ ആ തെമ്മാടിത്തരം എന്നോട് നടക്കൂല. ഇതിനുള്ള പണി എന്റെ പെരയിൽ വന്നിട്ട് ഞാൻ തരും. ഓക്കെ അല്ലേ? എന്റെ പേര് മാറ്റിക്കോട്ടോ. ഞാൻ നല്ല രീതിയിലാണ് ചോദിക്കണേ. എന്റെ പേരയിൽ വന്ന് തന്നെ ഞാൻ തല്ലൂട്ടോ. എന്റെ പേരയിൽ വന്ന് തന്നെ ഞാൻ തല്ലൂട്ടോ. എന്റെ ഈ നാവും ഞാൻ നിർത്തി തരും കേട്ടോ. ഇത് എനക്ക് മണ്ണാർക്കാട്ടുകാരാരാന്നും കൊടക്കാട്ടത്തെ ആൾക്കാരാരാന്നും എനക്ക് ഞാൻ ഇന്ന് മുഴുവൻ ഗ്രൂപ്പിലേക്കും ഇതെത്തും. എനക്ക് ശരിക്കും ഞാൻ മണ്ണാർക്കാട്ടുകാരാരാന്ന് മനസ്സിലാവും. ഈ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ പലരും പല രീതിയിൽ സംസാരിക്കാം കേട്ടോ. എന്റെ വൈഫിന്റെ നമ്പർക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിവരം തരും. ഓക്കെ, എന്റെ ആ നമ്പറിലേക്ക് വിളിക്കരുത്. എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ വിളിക്കാട്ടോ. അടക്ക ഇജ്ജാണോ മര്യാദ പഠിപ്പിക്കണേ? ഈ വാപ്പാക്ക് വിളിച്ചിട്ട് ഇജ്ജാണോ മര്യാദ പഠിപ്പിക്കണേ? ഇജ്ജാണോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞേ? ഇജ്ജാരാ? ഇജ്ജൊരു മുസ്ലിം ആണോ? ഒരാളെ വാപ്പാക്ക് വിളിക്കാം. ഇജ്ജാരെങ്ങായി? എനക്ക് മദ്രസക്ക് പോയിക്കൂടെ ഒരു 5ാം ക്ലാസ് വരെ? ഇതെന്ത് മുസ്ലിമാണ്? ഇതെന്ത് മുസ്ലിമാ? എന്റെ പെരയിൽ വന്ന് തന്നെ ഞാൻ തല്ലും. ആൾക്കാരെ ഡീൽ തന്നെ ഞാൻ തല്ലുട്ടോ. ആൾക്കാരെ ഡീലിട്ടിട്ട് ഞാൻ എന്നെ തല്ലുട്ടോ. എന്റെ കപട മുഖം ഞാൻ പിച്ച് ചീന്തും. ഓക്കെ അഞ്ച് ആദ്യം മദ്രസയിൽ പോയി പഠിക്കടോ. ഇജ്ജ് വെറുതെ കുറെ ആൾക്കാരെ മുമ്പിൽ ജാടായിട്ട് അനക്ക് മരിച്ചു പോണ്ടേ? അനക്ക് മരിച്ചു പോണ്ടേ എങ്ങായി? ഞാൻ നല്ല രീതിയിലല്ലേ പറഞ്ഞേ. എന്റെ കരച്ചിൽ ഞാൻ കാട്ടിത്തരണ്ട കേട്ടോ. ഇത് ഞാൻ വീഡിയോ ആക്കും. ഇത് റെക്കോർഡ് കോളാ. എന്റെ കപട മുഖം ഞാൻ പിച്ച് ചീന്തുട്ടോ. ചങ്ങ ഇജ്ജാണാണോ അനക്ക് ഈ വിളിച്ചുമ്പളത്തിന് ഞാൻ ആവശ്യം പറയാനേ? എന്റെ കപട മുഖം ഞാൻ പിച്ച് ചീന്തു. ഞാൻ നല്ല രീതിയിലാണ് എന്നെ വിളിച്ച് ചോദിച്ചത്. തങ്ങളല്ലേന്ന് ഞാൻ ഒരു റെസ്പെക്ട് വെച്ച് ഞാൻ നിന്നെ നോക്കൂ. ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് സത്യസന്ധമായ തങ്ങന്മാർ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കോ? അതായത് അയാളൊരു സത്യസന്ധനായ തങ്ങളായിട്ടുണ്ടെങ്കിൽ അയാൾ ഫോൺ വിളിച്ചത് എന്തെങ്കിലും വേറെ ആവശ്യത്തിനായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറയട്ടെ, മോനെ ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി, ഞാൻ വിളിച്ചത് ഇന്ന കാര്യത്തിനാണ്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മോൻ്റെ വാപ്പക്കടക്കം വിളിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, നാറ്റക്കോയ ഭൂലോക തോൽവിയാണ്, ഭൂലോക കള്ളനാണ്. അവൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തിന് പോകുന്നു? അവൻ്റെ വീഡിയോ നിങ്ങൾ എന്തിന് കാണുന്നു? നിങ്ങൾക്ക് ഇതില്ല. നിങ്ങളോട് സഹോദരിമാരാണ്, മുസ്ലിമീങ്ങളായ സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ 4 മിനിറ്റ് ഇന്നലെ നാറ്റക്കോയയുടെ ലൈവ് കണ്ടു. നിരന്തരം വരുന്ന കമൻറ്റ് ജമീല, ഫർസാന, അർസാന, മറ്റത് മറിച്ചെന്ന് പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകളുടെ ഐഡിയിൽ നിന്നാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് ബുദ്ധിയുണ്ട്, സ്ത്രീകൾക്ക് ബുദ്ധിയില്ല. സ്ത്രീകൾ വിചാരിച്ചത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അതായത് എന്തെങ്കിലും ഇപ്പോൾ പല തെറ്റും നമ്മുടെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നാറ്റക്കോയയുടെ കമൻറ്റ് ബോക്സിൽ എല്ലാം പുറത്തു തരണേ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ എല്ലാം കലങ്ങിപ്പോകുമെന്നാണ് സ്ത്രീകൾ വിചാരിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾ നാറ്റക്കോയക്കൊക്കെ അയച്ചു കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട യത്തീം ഖാനയിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ഞാൻ സത്യം അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയിൽ, നിങ്ങൾ നാറ്റക്കോയയുടെ ലൈവ് കാണുന്നത് നല്ലത് സീരിയൽ കാണുന്നതാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഭൂലോക തോൽവിയാണ് ഇയാൾ അഭിഹിതമാണ് ഇയാളുടെ മെയിൻ പരിപാടി. നിങ്ങൾ കേട്ടല്ലോ ഫോൺ സംഭാഷണം. ഒരു സ്ത്രീ ഇയാൾക്കെതിരെ നല്ല രീതിയിൽ പറഞ്ഞതും ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരും. ഇതിനും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നാറ്റക്കോയെ കുറിച്ച് നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത സ്ഥിതിക്ക് മൊത്തം അങ്ങ് പറഞ്ഞു തീർക്കണം. നമ്മളെ വിഷമങ്ങൾ മാറാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ സങ്കടങ്ങൾ മാറാൻ, നമ്മളെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മൾ പോയി കിടക്കുന്ന ഖബർ ധന്യമാവാൻ, ചെറുപ്രായത്തിൽ നമ്മളെ മക്കൾ എത്തിയുമാകാതിരിക്കാൻ അല്ലാഹുവേ എല്ലാ നോക്കൂ, അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് നോക്കുകയാണ്.
എന്തൊരു ഭൂലോക പൊട്ടനാണ് ഇവൻ. ഈ പൊട്ടനോട് എനിക്ക് പറയാനുള്ളത്, എടാ നാറ്റക്കോയ, നീ വലിയൊരു കോയ എന്ന് പറഞ്ഞിട്ടല്ലേ മുസ്ലിം സ്ത്രീകളെ നിന്റെ കയ്യിലാക്കിയത്. എടാ നാറിയ നാറ്റക്കോയ, നിന്നോടൊരു കാര്യം പറയുകയാണ്. എടാ പൊന്ന കൈവരടി മോനെ കോയ, യൂട്യൂബ് നല്ലതാണോ കോയ? അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് പോവുകയാണ്, ഇവൻ്റെ നമ്പർ കൊടുക്കുകയാണ്, അതിനുശേഷം സംസാരിക്കുകയാണ്. ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട് ഇവൻ്റെ. ഞാൻ വീഡിയോ സൈഡ് സഹിതം വെച്ചല്ലോ. എന്നും പറയുകയാണ് ഇവൻ ഭൂലോക തോൽവിയാണ്, ഭൂലോക ഫ്രൗഡാണ്, ഭൂലോക കള്ളനാണ്. ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് വീട് വേണം, SLCയിൽ പാസ്സാകണം, പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് പണിയില്ല, അങ്ങനെ ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ MP കാലാകും, വേറൊന്നും ആവൂല. ഈ ഭൂലോകം ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ നാറ്റക്കോയന്മാരെ നമ്മൾ വളരാൻ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം, മുസ്ലിം സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ തെമ്മായിത്തരം നാറ്റക്കോയ എന്നല്ല ആര് ചെയ്താലും ഞാൻ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയും. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.